ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്ന തിരുവനന്തപുരം പിടിക്കാൻ അരയും തലയും മുറുക്കി ബി.ജെ.പി. ഘടകകക്ഷികളെ സജീവമാക്കാനായി മണ്ഡലത്തിൽ എൻ.ഡി.എ കൺവെൻഷനുകൾ തുടങ്ങി. ദേശീയ നേതൃത്വം നേരിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചതിനാൽ തിരുവനന്തപുരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ ചൊല്ലി അഭ്യൂഹങ്ങളും സജീവമാണ്. കേരളത്തിൽ ഏറ്റവും ജയസാധ്യതയുള്ള തിരുവനന്തപുരത്ത് ജയത്തിൽ കുറഞ്ഞതൊന്നും ഇത്തവണ ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നില്ല. 2019 കുമ്മനം രാജശേഖരനും 2014 ഒ രാജഗോപാലും രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലം ആഞ്ഞു പിടിച്ചാൽ കൂടെ പോരുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ. താരപരിവേഷമുള്ള ശശി തരൂരിനെതിരെ മത്സരിക്കാൻ കേന്ദ്രമന്ത്രിമാർ മുതൽ ദേശീയ നേതാക്കൾ വരെ ബി.ജെ.പിയുടെ സാധ്യതാ പട്ടികയിലുണ്ട്. കേന്ദ്ര IT മന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് പട്ടികയിൽ ആദ്യം. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ എന്നിവരിലൊരാൾ സർപ്രൈസ് സ്ഥാനാർത്ഥിയാകുമോ എന്നും ചർച്ചയുണ്ട്. 1.5 മാസത്തിനിടെ 3 തവണയാണ് നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്തെത്തിയത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ കേന്ദ്രം നേരിട്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തുമെന്ന് നിർദ്ദേശമുള്ളതിനാൽ സംസ്ഥാന നേതാക്കൾ ഇതു സംബന്ധിച്ച് ഒരു സൂചനയും നൽകുന്നില്ല. ഇലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാതെ ആരാ സ്ഥാനാർത്ഥികളെന്നൊക്കെ പ്രചരണം നടത്തുന്നതിലൊന്നും എങ്ങനെയാണ് അതിനെ അഭിപ്രായം പറയാൻ പറ്റുക? ഇന്നേ വരെ ഞാൻ മത്സരിക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ ഒരു തിരഞ്ഞെടുപ്പിലും പാർട്ടി പറയുന്ന അനുസരിച്ചാണ് ഞാൻ ചെയ്യാറുള്ളൂ. പാർട്ടി എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അഭിപ്രായം ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ഞാൻ അഭിപ്രായം പറയാം. ചർച്ചകൾക്കൊടുവിൽ സംസ്ഥാന നേതാക്കളെ തന്നെ പാർട്ടി കളത്തിലിറക്കുമോ എന്നതാണ് മറ്റൊരു സംശയം. എൻ.ഡി.എ മുന്നണി സജീവമാക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക കൺവെൻഷനുകൾക്ക് ജില്ലയിൽ തുടക്കമായി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.